മത്തിയും ചെറുനാരങ്ങി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അതിനിതാ ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് നാരങ്ങയും അവിടെ മാറ്റി വെച്ച് പിന്നെ ഇതുപോലെ ഒരു പാൻ എടുക്കട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനാവും ഏറ്റവും നല്ലത് അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട്. ഈ പാനക്ക് ഇതാ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പെരിഞ്ചീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഈ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഉപ്പും മുളകും ഒക്കെ ആ ഒരു എണ്ണയിൽ ലയിച്ച് ചേർന്ന് വരെ മിക്സ് ചെയ്യണേ. അപ്പോൾ ഈ മിക്സിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലും കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഇതേപോലെ കുഞ്ഞു പീസ് ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അതും ഈ ഒരു മിക്സിക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആ മിക്സിൻ്റെ മേലേക്ക് ഇതാ മീനിനെ നേരെ ഇങ്ങനെ നികത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വലിയ മീനാകുമ്പം കുറച്ചും കൂടെ മസാലയൊക്കെ ആവശ്യമുണ്ടാകും. അപ്പോൾ ഇത് കുഞ്ഞു മീനായതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് മസാല എടുത്തത് കേട്ടോ. അപ്പം ഇനി മത്തിയൊക്കെ കൊണ്ടുവരുമ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അത് ചോറുക്ക് തന്നെ നമുക്ക് വേറൊരു കൂട്ടാനോ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇത് തന്നെ മതി. അപ്പം അങ്ങനെ ആ ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചു. ഇപ്പോഴാണ് കേട്ടോ തീ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ മേലേക്ക് ചെറുനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാനൊരു പീസ് വലിയ ചെറുനാരങ്ങയാണ്, പിന്നെ കുഞ്ഞ് മത്തി ആയതുകൊണ്ട് ഒരു പീസ് ചെറുനാരങ്ങയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ഭാഗം തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.